പ്രേത സ്ഥലത്തോട്ട് പോവാണ്. ഇവന്മാര് പറയുന്ന അവിടെ പ്രേതം ഇല്ലെന്നാണ്. അപ്പം അവിടെ പ്രേതം ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം ഗൈസ്, അല്ലേ? അപ്പം നമ്മൾ വീടെത്തി. അപ്പൊ ക്ലീറ്റസ് ഒറ്റയ്ക്ക് പോട്ടോ, ഒറ്റയ്ക്ക് പോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് സീനാണ് ഗൈസ്, അല്ലേ? നമ്മൾ പ്രേതമുള്ള സ്ഥലത്ത് നമ്മളിന്ന് പ്രേതമുള്ള സ്ഥലത്തോട്ട് പോയി ഗൈസ്. അത് നിങ്ങൾ പോയി കണ്ടിട്ടോ, ഞാൻ പറയുന്നില്ല, എനിക്കൊന്നും വയ്യ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമ്മൾ എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ, എങ്ങോട്ടാ പോകുന്നത് ഗൈസ്? ഇവന്മാർ എന്നെ വിളിച്ചുകൊണ്ട് പ്രേത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവന്മാർ പറയുന്ന അവിടെ പ്രേതം ഇല്ലെന്നാണ്. അപ്പം അവിടെ പ്രേതം ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം ഗൈസ്, അല്ലേ? നോക്കണം. എന്നെങ്ങാനും പ്രേതം പിടിച്ചോണ്ട് പോയാ പിന്നെ വീഡിയോ വരൂല, ഡെയിലി വ്ളോഗ് അവിടെ ഡെയിലി അവിടെ നിൽക്കും ഗൈസ്. അപ്പൊ നീ എന്നോട് സൈക്കിൾ എടുക്കേണ്ടത് പറഞ്ഞോ? ഇവരാ കാലൊക്കെത്താണോ ഇത് നോക്കൂ, അൻസലിനെ നോക്കൂ, അവന് വീഡിയോ വരാത്തോണ്ട് ഭയങ്കര വിഷമം. അതുകൊണ്ട് കുത്തി കയറ്റുവാ. അപ്പൊ ഐറ്റാട്ടെ പറഞ്ഞ് അങ്ങോട്ട് പോകുന്നത് സേഫ് അല്ലെന്നാ. എന്നാ പോകണ്ട. എനിക്ക് ഇപ്പൊ പേടിയില്ല. നിനക്കെന്താ ഇപ്പൊ പേടി വന്നേ? എനിക്ക് പേടിയില്ല. എന്നാ വാ പോവാ. അപ്പൊ ഗൈസ് നമുക്ക് അങ്ങോട്ട് പോകാം. എഡ്വിൻ എന്തേ വരാ? ഗൈസ് എഡ്വിൻ ഒന്നും വരുന്നില്ലെന്ന് ഓർത്ത് ക്ലീച്ചസ് ഒറ്റയ്ക്കായി. ക്ലീച്ചസ് എഡ്വിൻ ഒന്നും ഇല്ല. എഡ്വിൻ വേണ്ട. നമ്മൾ ഇത്ര പേര്. എടാ, ആർക്കെങ്കിലും വഴി അറിയാവോ? എനിക്കൊന്നും അറിയത്തില്ല. സത്യം പറഞ്ഞ എനിക്ക് വഴി അറിയാം. അതാണ്, എനിക്ക് വഴി അറിയാം. ഇവൻ അവിടെ പ്രേതം ഉണ്ടെങ്കിൽ ഇവൻ ഒറ്റയ്ക്ക് പോയി. ഇവന്റെ അനീതി, എന്റെ കൊന്തയുണ്ട്, വെഞ്ചിരിച്ച കൊന്ത. എനിക്കെല്ലാവരും അയ്യോ കള്ള് പറയുന്നതന്നെ ഞാൻ പറയുള്ളൂ, അല്ലല്ലേ? എനിക്ക് സത്യം ആ എഡ്വിനും എല്ലാം കള്ളം പറയുന്ന ഗൈസ്, അല്ലേ? നീ പോയിട്ടുള്ള ആ വീടിന്റെ അങ്ങോട്ട് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? അതിന്റെ ഇപ്പുറത്ത് ഒരു പാറയുണ്ട്, അവിടെ വരെ കയറിയിരുന്നു ഞങ്ങൾ കുറച്ചു നേരം. അന്ന് ആ പാറക്കല്ലേ ഇരുന്നിട്ടേ ഉള്ളു ഇന്ന്, അല്ലേ? അതൊക്കെ അത്രേ ഉള്ളു. അവിടെ ചെല്ലുമ്പോ അങ്ങനെയെല്ലാം പറഞ്ഞേക്കണേ. അവിടെ ചെല്ലുമ്പോ ഞങ്ങൾ അവിടെ കയറി ഇരുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്റെ പേരും ഇവന്റെ പേരും മാറ്റും. എന്റെയും മിക്കസിന്റെ പേര് മാത്രം മാറ്റും. അന്ന് ഇവന്റെ മാറ്റുവേ. നമുക്ക് പ്രേതത്തെ കണ്ടിട്ട് ഹായ് തരാനുള്ള ഒരു സ്പേസ് നമുക്ക് നോക്കാം. ഈ വരി വേണ്ട, സീനൊന്നാവില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാർ വരെ കണ്ട. ഞാനും എഡ്വിനും അപ്പും ഈ വീടിന്റെ സൈഡിൽ കൂടി കേട്ടോ പോയെ. ഇപ്പൊ ക്ലീച്ചസിന് വേറെ വഴി അറിയാവുന്നോണ്ട് പോകുന്നു. ഞങ്ങൾ യാത്രയാകുന്നു അങ്ങോട്ടേക്ക്. മെല്ലേക്കല്ല, അങ്ങോട്ടേക്ക്. ഇങ്ങോട്ടേക്കോ കൈസ്? ഇത് നീ സൈക്കിളാണ് കാണാണ്ട് പോയെങ്കിൽ അത് ശരിയല്ലോ. ആരെടുത്തോട്ട് പോകുന്നില്ല. ഇതെല്ലാം പറഞ്ഞ് ഇവാനാട്ടോ, എല്ലാം റെക്കോർഡാണേ. ഓക്കെ, നമ്മൾ മുതിർന്നവര് പറയുന്ന കേൾക്കണം. പക്ഷേ ഐറ്റന് ഞാൻ എതിർത്ത് പ്രതികരിക്കുന്നത് വിചാരിക്കില്ലേ. ഈ ക്ലീച്ചസ് കാരണം കേട്ടോ ഞാൻ പോകുന്നേ. ഈ ക്ലീച്ചസ് കാരണം അൻസലിന് എനിക്ക് പോകാൻ വലിയ ധൈര്യമൊന്നുമില്ല. എന്നാലും നിനക്കെല്ലാം എനിക്ക് ധൈര്യമില്ല. ഒറ്റയ്ക്ക് നടക്കണ്ട, ഞങ്ങളെല്ലാവരും കൂടെ കൂടെ നടക്കണം. എന്റെ അടുത്ത് 3 CBSE. ഇവന്മാര് ഫുള്ള് CBSE. ഞാൻ ഫുള്ള് കേറണം. നമ്മള് ഫുള്ള് കേരള, നമ്മൾ സ്റ്റേഷൻ CBSE പിടിച്ച് നിന്നു ഗൈസ്. പ്രേത CBSE പിടിച്ച് നിന്നു, അല്ലേ? ഇതൊരു എന്തൊക്കെയോ ഇതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് പ്രേതത്തിന്റെ ഒരു വൈബ് പോലെ എനിക്ക് തോന്നുന്നു. അല്ല, ഈ കിണറ്റിന് അവിടെ ശബ്ദം കേൾക്കുന്നില്ലേ? പോയി നോക്കണോ?
ന്യായന്മാരെ പറ്റിച്ച അവിടെ ഒന്ന് ശബ്ദം പോലും കേൾക്കുന്നില്ല. ഫോക്കസ് പ്രേത വീട്ടിൽ പോകുന്നത് മാത്രമാണ്. നമ്മുടെ ഫോക്കസ് പ്രേത വീട്ടിൽ പോകുന്നത് മാത്രമാണ്. നിങ്ങൾ പൊക്കോട്ടോ, അതെ ഞാൻ പോവാ. ചതിക്കുന്നോ? ചതിച്ചോണ്ടല്ലോ നീ പേടി. എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടേ. പ്രേതം വന്ന് കൈ സമയം എത്രയും നോക്കട്ടെ. 5:24 നമ്മൾ തിരിച്ചു പോകുമ്പോ ഒരു 5:35 ആവും. 35 പോകത്തില്ല, 45 വരില്ല. പോടാ, എനിക്ക് അത്ര പേര് അവിടെ നിൽക്കാനൊന്നും വയ്യ. നേരെ പോട്ടെ എന്നടാ കൈസണ്ടാ വലിയ പാർക്കല്ലേ, വലിയ പാർക്കല്ലേ കേട്ടോ. ഗൈസ് ഇവാന് പേടിയാവുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നില്ല ഗൈസ്. ആ വീടിന്റെ ഇപ്പുറത്തെ ഒരു കോറയുണ്ട്. ആ വീടിന്റെ ഇപ്പുറത്ത് കോറയുണ്ട്. ഏത് വീട് കണ്ട്? ഈ വീടിന്റെ അപ്പുറത്ത് ഒരു വലിയൊരു കോറ ഉണ്ടെന്നാണ് ക്ലീറ്റസ് പറഞ്ഞേ. നമുക്ക് കോറയെ പോകുന്നൊരു വ്ളോഗ് വേറെ ദിവസം എടുക്കാവേ. കൊറേ പട്ടികൾ കാണോ? ഇവിടുന്ന് ജീവൻ കിട്ടുവാണെങ്കിൽ ഭാഗ്യം. 1901 ഒരു ബ്രിട്ടീഷുകാരന്റെ ജീപ്പ് മറിഞ്ഞിട്ട് അങ്ങേരുടെ പ്രേതമാണ് ഇവിടെ കറങ്ങി നടക്കുന്നതെന്ന് പറയുന്നത്. എടാ എനിക്ക് പേടിയാവുന്നുണ്ടേ. എടാ ഇവിടെ കഴിഞ്ഞ ദിവസം അവരെ പിള്ളേര് കുറെ ഇങ്ങോട്ട് പോയെന്ന് പറയുന്ന കേട്ട്, അത് സത്യമാണോ? മാത്തനൊക്കെ ആ വീടിന്റെ അങ്ങോട്ട് പോയോ? ഷാജോൻ പറഞ്ഞു ആ വീടിന്റെ അങ്ങോട്ട് പോയോ? എന്നാ പിന്നെ അവരെ ജീവൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് അവരെ ജീവനോടെ ഉള്ളപ്പോഴാണ് എനിക്ക് ഇത്തിരി ധൈര്യം വന്നേ. സൂപ്പർ വൈബേഴ്സ്. അയ്യോ ഇവിടെ കണ്ട് സൂപ്പർ ഇതാ സൂപ്പർ വൈബേഴ്സ് ഇവിടെ ചെയ്തിട്ട് അത് മാഞ്ഞു. അതാരാ മൈച്ച പറഞ്ഞേ? ഇതാട്ടോ വീട്. ഇവന്മാര് സൈക്കിൾ ഓട്ടി വരുന്നൊരു ശബ്ദം കഴിച്ചിട്ട് ഇവൻ പേടിച്ചോടാൻ വേണ്ടി ഇവന്മാര് പേടിച്ചു കേട്ടോ. സത്യം പറഞ്ഞ എനിക്ക് എനിക്ക് സൈക്കിൾ ഓട്ടിക്കുന്ന ബ്രേക്ക് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇലേന്റെ സൗണ്ട് ഒക്കെ പേടിച്ചു പോയി. വീടെത്തി. അപ്പൊ ക്ലീറ്റസ് ഒറ്റക്ക് പോട്ടോ, ഒറ്റക്ക് പോ. കൈസിട്ടാട്ടോ. ഗൈസ് മാത്തന്നെ കുറിച്ച് നമ്മൾ ഈ കസേരയല്ലേ കണ്ടേ ഗൈസ്? കസേര അയ്യോ ഇതൊന്നും തുറന്ന ഗൈസ്. ഇല്ല ആ വീട്ടിൽ പോണോ? അതും ഒരു ഈ മേസ് വെച്ച് നമുക്ക് എടുത്തോണ്ട് പോയാലോ? നല്ല ബുദ്ധിയാണ്. നമ്മൾ കണ്ട വലിയ പാർക്കലിലേക്ക്. എടാ ക്ലീറ്റസ് എന്നോട് വന്നേ, ചാവാണ് ഒരുമിച്ച്. ഗൈസ് ഇതാ കേട്ടോ വാടകയ്ക്ക് വന്നാൽ കൊടുക്കും. ആര് താമസിക്കാൻ ഇവിടെ? ഗൈസ് ഞാൻ കുറ്റം പറയുന്ന കേട്ടോ. എനിക്ക് തന്നെ ഇവിടെ താമസിക്കാൻ പേടിയാണ്. എടാ ആ ബ്രേക്ക് പിടിച്ചൊരു ശബ്ദമാണേ. എടുക്കുന്ന പേടിയാണാ. മാത്തപ്പാ നീ കഴിഞ്ഞ ദിവസം പിള്ളേരെ വിളിച്ചോണ്ട് എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ടന്നെ? അവന്മാർ സുഖം. ഗൈസ് ഞാനൊരു ദിവസം ഇവിടെ വന്നിട്ടുണ്ട്. എഡ്വിനെ ഞാനും നീയൊക്കെ ഇവിടെ വന്നിട്ടുള്ള ഓണക്കടാ, ലൈറ്റ് ഓണക്കടാ. മാത്തൻ ഗൈസ് ലൈറ്റ് ചെയ്തില്ല. എടാ നീ അതൊക്കെ നോക്കണ്ടില്ല. വേണ്ട 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 വേണ്ട. വാട നമുക്ക് ആ പാർക്കിനെല്ലാം അങ്ങോട്ട് പോവാം. ഇവിടെയൊക്കെയാണ് വാഴത്തോട്ട് അഭിപ്രായം. ഞങ്ങൾക്ക് വെറുതെ ടൈം പാസിന് വേണ്ടി വാഴ കൃഷി ചെയ്തേക്കും അല്ലേ?
ഗൈസ് പാർക്കല്ല്, ഞാൻ പറഞ്ഞ പാർക്കല്ല് ഇതാണ് ഗായ്സ്. നോക്കിയൊക്കെ വന്നോണേ. എടാ വാടാ, ഇത് ഇവിടെ ഫുള്ള് വേസ്റ്റ് ഒക്കെ ഗൈസ്. ഇങ്ങനെ പ്രകൃതി നമ്മളിങ്ങനെ നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റെപ്പൊക്കെ ആരൊക്കെയോ പ്രേതം വെറുതെ ടൈം പാസിന് വേണ്ടി പണിഞ്ഞ് വെച്ചേക്ക്. മാത്രം പിള്ളേർ വന്നപ്പോൾ ഈ പാറക്കല്ലിൽ ഇങ്ങോട്ട് വന്നായിരുന്നോ ഗൈസ്? അവിടെ ഒരു വീട് കണ്ടല്ലോ. എടോ ആ വീട്ടിലാളില്ല, ആ വീട്ടിലാളില്ല. എനിക്കറിയില്ല. നിന്റെ ആന്റിയുടെ വീടോ? ഈ മാത്ത കുറച്ച് തള്ളാട്ടോ. ഇത് പോടാ, ഒന്ന് ആന്റിന്ന് വിളിച്ചേ. ആന്റിയില്ലാത്തോണ്ട് അവര് വീട് മാറി. ആ വീടെ പാട്ടി എപ്പത്തും ഇല്ല. നമ്മളോട് ചേച്ചി നടക്കുന്നുണ്ടായിരുന്നോ? ഗൈസ് എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പോവാട്ടോ. അവന്മാരൊന്നും വന്നില്ലേ ഞാൻ പോവാ. എടാ അവന്മാര് പോടാ. ഗൈസ് നമ്മൾ ഗൈസ് എന്തൊക്കെയോ ശബ്ദം കേട്ടോ. എടാ നമ്മൾ വന്ന വഴി അതല്ലേ? പേടിക്കണ്ടേ, ആരും ഉണ്ടല്ലേ? ഇവിടെ അത്ര നിൽക്കുന്നത് സേഫ് ഒന്നും അല്ല കേട്ടോ. അപ്പം പിള്ളേരൊന്നും ആരും ഇങ്ങോട്ട് വന്നേക്കരുത് ദേവി. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു വസ്തുവെ തൊട്ടിട്ടില്ല. അന്ന് ഇവൻ തുറന്ന മാറ്റം തുറന്ന നീയല്ലേ തുറന്നേ? അതല്ല നീയല്ലേ തുറന്നേ? അതുകൊണ്ട് സേഫായി. മാറ്റം ഇപ്പുറത്തെ തുറന്നേ. പോടാ വേപ്പടാ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗൈസ്. എന്തായാലും ഇങ്ങോട്ട് വരുന്നവർ അധികം ഇങ്ങോട്ട് വരണ്ട അല്ലേ? മാത്രം ബാവാ, നമുക്ക് ഒരുമിച്ച് അവിടുന്ന് എന്താ ഒച്ചയെല്ലാം കേട്ടത്? എന്താടാ ഒച്ചയെല്ലാം കേൾക്കുന്നത്? അത് ഗൈസ് എന്തൊക്കെ നമ്മൾ ശബ്ദം കേട്ടു. ഗൈസ് ഇങ്ങോട്ട് ആരും ഒറ്റയ്ക്ക് വരരുത് പ്ലീസ്. നമ്മൾ ടൂർ ആൻഡ് പാക്കേജ് തുടങ്ങുന്നതാണ് ഇങ്ങോട്ട്. അപ്പോൾ നമ്മുടെ അച്ചു ആണ് അതിന്റെ മെയിൻ സ്പോൺസർ. അപ്പോൾ കൂടുതൽ വിവരം മാത്തനാണ് നമ്മുടെ കമ്പനിയുടെ CEO. ഞാൻ അസിസ്റ്റന്റ്. ഗൈസ് മാത്തപ്പ പറഞ്ഞത് തള്ളാണ് ശരിക്കും പറഞ്ഞല്ലേ? അതെ ഞങ്ങൾ പറ്റിക്കാൻ വേണ്ടി പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ. പക്ഷെ ഇവിടുത്തെ വീട്ടിലെ കുറെ പേര് ആത്മഹത്യ ചെയ്തതാ. അത് ശരിക്കും കേട്ടോ. ഈ വീട്ടിലെ പേര് ആത്മഹത്യ ചെയ്തതാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നില്ല. പോടാ, ഇതൊക്കെ മതി. പിന്നെ കുറെ മെയിൻ അല്ലേ എടാ കോറെ പോന്ന് വേറെ ദിവസം എടുക്കാം ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.